വെളിച്ചന്തം ഈനുണ്ടോടി മാമഴച്ചന്തം ഈനുണ്ടോടി മാരിവിൽ ചന്തം. ഈ പാട്ട് അറിയാത്ത ഒരു വ്യക്തികളും ഇല്ല അല്ലേ? ഞാൻ നിങ്ങൾ ആലോചിക്കല്ലേ, ഞാൻ എന്നത്തിന് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ്. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഈ പാട്ട് വന്ന സമയത്താണെങ്കിൽ മിക്കവരുടെ മൊബൈലിലും എന്നാ പറയുന്നത്, എല്ലാവരുടെ മൂളിപ്പാട്ടും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നാ പറയുന്നത്, നമ്മൾ പൊതുവേ പാട്ട് കേൾക്കുന്ന വ്യക്തികളല്ലേ. ആനീസ് കിച്ചണിൽ നമ്മൾ പാട്ട് കേട്ടോണ്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ പാട്ട് കേൾക്കാതെ എന്നാ പറയുന്നത്, കേൾക്കാതെ ഇപ്പം. പക്ഷെ എന്നാലും ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ഒരു വ്യക്തികളും ഇല്ല എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷേ ഈ പാട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം സ്ഥാനം പിടിച്ചു എന്ന് നോക്കിയേ. അതുമാത്രമല്ല, ഈ പാട്ട് പാടിയ വ്യക്തിക്കാണെങ്കിൽ ഈ പാട്ടിലൂടെയാണ് ഒരു സെൽഫ് ഐഡൻറ്റിറ്റി തന്നെ വന്നത്. ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയുടെ ഒരു 20th സെഞ്ച്വറി ഇപ്പം 20th ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമല്ലേ. എന്ന് പറഞ്ഞ പോലെ ഷാറൂഖ് ഖാന് ആ ഒരു ഫിലിമാണ് ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞത്. അതേപോലെ ഇപ്പം ഈ പാട്ട് പാടിയ സിത്താരയും കുടുംബവുമായിട്ടാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ നിന്ന് വരുന്നത്. സിത്താരയുടെ ലൈഫിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ഥിരം ഫോർമാലിറ്റി അങ്ങ് പോയി. പിന്നെ പൊതുവെ എന്താണെന്നറിയോ, ആനീസ് കിച്ചണിൽ ഈ പറഞ്ഞ പോലെ ഫോർമാലിറ്റിയോട് വലിയ താല്പര്യമില്ല. എന്നാലും നമുക്ക് പറയണ്ടേ, വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇന്ന് എന്നാ പറയുന്നത്, നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. മാത്രമല്ല, സിത്താരയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മളും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആട്ടോ. എന്നാന്നോ, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഞണ്ട് റോസ്റ്റാ. എന്നാ ടേസ്റ്റാന്നറിയും ഞണ്ട് റോസ്റ്റ്. ആദ്യമൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഏട്ടൻ്റെ അവിടെ ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും ഒക്കെ പറയും, ഞണ്ടോ അയ്യോ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതൊന്ന് കഴിച്ചു നോക്കൂ, അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇപ്പം ഞണ്ടൊക്കെ വീട്ടിൽ വെച്ചാൽ എൻ്റെ അമ്മായിയമ്മ ആദ്യം കഴിക്കും. എന്നുവെച്ചാൽ അത്ര സ്വാദായത്. പിന്നെ ഈ ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ചെമ്പാവരി ചോറും ഒരു ഇച്ചിരി തോരനും കൂടെ വച്ചിട്ട് ചൂടായിട്ട് കഴിക്കണം. ആ ചോറിൽ ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ടേ, ഇങ്ങനെ ചൂട് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് ഈ ചൂട് ഞണ്ട് റോസ്റ്റും അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ പൊള്ളണം. അങ്ങനെ ടേസ്റ്റായിട്ട് വേണം ഈ ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ. പക്ഷേ ഇപ്പം എന്നാന്നറിയാം, നമ്മൾ ഈ വൈകുന്നേരം ഗസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചോറൊന്നും കൊടുക്കാനൊക്കുകയില്ല. പക്ഷേ അതിന് പകരം നല്ല ചൂട് മണിപ്പുട്ട്, ആവി പറക്കുന്ന നല്ല ചൂട് മണിപ്പുട്ടുണ്ടാക്കി അതിൻ്റെ കൂടെ നല്ല ചൂട് ഞണ്ട് റോസ്റ്റും കൂടെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണ്. പിന്നെ ഒരു ഇച്ചിരി ഒരു നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഞണ്ട് റോസ്റ്റും മണിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പ വഴിയാണ്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അമ്മമാരൊക്കെ ശരിക്കും അത് ഇങ്ങനെ ഇങ്ങനെ മണിപ്പുട്ടാക്കി കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്തും ഞാനൊരു എളുപ്പ വഴി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്താൽ മതി. പക്ഷേ ക്ലൈമാക്സ് ഇസ് മണിപ്പുട്ട്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഞണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞണ്ട് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നൊക്കെ അറിയാവോ? എന്നാ പറയാനാ, അതിൻ്റെ ആ ഷെല്ല് കളയണം. പിന്നെ ഈ ഞണ്ട് കിട്ടുന്ന രീതി പോലെയാണ്. ചില ഞണ്ടാണെങ്കിൽ ഒത്തിരി വലുതാ, അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ എന്നാന്നോ, ഈ ഒത്തിരി വലുതാണെങ്കിൽ മാത്രമേ അത് കട്ട് ചെയ്യാവുള്ളൂ. ഇല്ലേല ഇതങ്ങോട്ട് ചുരുങ്ങുമ്പോഴത്തേനുണ്ടല്ലോ ഒന്നും കാണുകയില്ല, ഇച്ചിരിയേ കാണത്തുള്ളൂ. എന്നാ പറയുന്നത്, കൊഞ്ചൊക്കെ നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുമ്പോഴത്തേനും ഇത്രയും കിട്ടും. പക്ഷേ എന്നാ കഴുകി വരുമ്പോൾ ഇത്രയാവും, വെന്ത് വരുമ്പോൾ പിന്നെ ഇത്രയാവും. പിന്നെ 100 രൂപയ്ക്ക് തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ദഹിക്കുമോ എന്നും കൂടെ നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഇതിപ്പം ഏകദേശം എന്നാ പറയുന്നത്, ഒരു മീഡിയത്തിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയൊരു ഞണ്ട. അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ വലിയ കാലും അതിൻ്റെ ബോഡി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു 6-7 ഞണ്ടുള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി. ഒരു 3 വലിയ ഉള്ളിയാണ് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാണ്. ഈ ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ എടുക്കുമ്പോഴത്തേനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ എത്രയാ അളവെന്ന് നോക്കിയേച്ചേ എടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കുകയില്ല നിങ്ങൾ എടുക്കുന്നത്. പിന്നെ വേണ്ടിയത് എന്നാന്നോ, പച്ചമുളകാണെങ്കിൽ എരിവ് നോക്കി വേണം എടുക്കാൻ. അത് ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഫോർ ദ സ്റ്റാർട്ടേഴ്സ് അല്ലെ ഫോർ ദ ബിഗിനേഴ്സ് പറയുവാണെങ്കിൽ ഒരു ഞണ്ടിന് ഒരു എരിവുള്ള പച്ചമുളക് ഒരെണ്ണം മതി. അതാ കണക്ക്.
അതിനപ്പുറം എടുക്കണ്ട. അതിനപ്പുറം എടുത്താലുണ്ടല്ലോ ചിലപ്പോൾ എരിവ് കൂടും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച്. പിന്നെ വേണ്ടിയത് ഇഞ്ചി. ഇഞ്ചി അരിഞ്ഞിടണ്ട, ഇപ്രാവശ്യം നമുക്ക് ചതച്ചെടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി, അതും അരിഞ്ഞെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കും രണ്ടും പ്രത്യേകം ചതയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷേ അത് ഒന്നിച്ച് ചതച്ചാൽ പോരെ, അതായാലും മതി. പക്ഷേ ഒന്നിച്ച് ചതയ്ക്കുന്ന സമയത്ത് വേറെ സാധനം കൂടെ അതിനകത്ത് ഇടണം, അതുകൊണ്ടാണ് പ്രത്യേകം ഇപ്പോൾ ഇവിടെ ചതച്ച് വെച്ചത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് മുളക് പൊടിയാണ്, പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകം, പിന്നെ ഉപ്പ് പിന്നെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുറച്ചിട്ടാൽ മതി. കറി വാങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ ചെയ്യാം, കുറഞ്ഞിരിക്കുവാന്നേലും കൂട്ടാം. പക്ഷേ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ അറിയാൻ മേല, എനിക്കും അറിയാൻ മേല, ചേച്ചിമാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറ്റും കൂടെ ടിപ്പ് പറഞ്ഞു തരും. പിന്നെ നാച്ചുറൽ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില. ഇത്രേ വേണ്ടുള്ളൂ ഇതിനാവശ്യമുള്ള സാധനം. ഇനി എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. പാൻ നല്ല ചൂടായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ, എല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ. കാര്യം അതിനെപ്പോലെ ഒരു ആൻറ്റിസെപ്റ്റിക് ഒരു ഓയിൽ വേറെ ഒന്നുമില്ല. ഇതിനകത്തോട്ട് കടുക് നല്ലതായിട്ട് പൊട്ടിയാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, നല്ലതായിട്ട് വഴറ്റണം. ഈ ഉള്ളി വഴറ്റാനിട്ടിട്ട് ഇതിനകത്തോട്ട് പച്ചമുളക് എരിവനുസരിച്ച് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 7 കുഞ്ഞു ഞണ്ടേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു 7 കഷ്ണം, ഇത് രണ്ടായിട്ട് കീറിയതാ. പച്ചമുളക് ഇട്ടു. ഇത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില, ഇത് നമ്മൾ വഴറ്റാനിട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇടാൻ പോകുന്നത് പ്രത്യേകം അരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെ അരയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലിടാം. 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയല്ലേ പ്രത്യേകം പിന്നെ എന്നാത്തിനാവോ വെച്ചാൽ ഇങ്ങനെ അരച്ചു വെച്ചതെന്ന്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചുള വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി ഒരു ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മതി. നമ്മൾ ഈ ചതച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് ചതയണ്ട, മഷി പോലെ ഒന്നും അരഞ്ഞു വരണ്ട. ഇതങ്ങോട്ട് പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചോവയുടെ മണം വരുന്നേ ഉള്ളൂ. എന്നാലും അതിനൊരു ഇച്ചിരിയും കൂടെ ഒരു പച്ചച്ചോവ മാറാനുണ്ട്. അതങ്ങോട്ട് മാറിയേച്ചുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഈ തക്കാളിയും കൂടെ ഈ നമ്മൾ വഴറ്റുന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ട് തന്നെ നല്ലോണം അങ്ങ് വഴറ്റുക. എന്നാന്നറിയാമോ, അപ്പോഴത്തേക്ക് ആ ഗ്രേവി നല്ലതായിട്ട് അങ്ങ് ആവും. ആ തക്കാളി നല്ലതായിട്ട് സ്മാഷായി അതിൻ്റെ കൂടെ അങ്ങ് ചേരും. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവം എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്നറിയാമോ? ഇപ്പം നമ്മൾ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും എല്ലാം ഇട്ടു. ഇനി ഇതിൻ്റെ പരുവം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇടാനായിട്ട് വരുന്ന പരുവം എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ വെന്ത് ഉടഞ്ഞ് അത് സ്കിന്നായിട്ട് മാത്രം വരും. അന്നേരത്തേക്ക് നമ്മൾ അത്രയും പോണ്ട, എന്നാലും ഒരു ഇച്ചിരി ഒന്ന് വഴന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്ക് പൊടി ഇടണം. കാരണം പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതും ഇതിനകത്ത് കിടന്ന് വെന്ത് മൂത്ത് അങ്ങനെ ആവണം, അല്ലാതെ പച്ചച്ചൊവ ഒരിക്കലും വേണ്ട.
പിന്നെ ഞണ്ടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. എന്നാന്നോ, ഞണ്ടിനാണെങ്കിൽ അതിൻ്റെ ആ തോടൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറയിലൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് വയറ്റിനൊക്കെ അസുഖം വരും. പിന്നെ അതേപോലെ തന്നെ കൊഞ്ചനാണെങ്കിൽ നമ്മൾ മേടിച്ചേച്ച് ചെറുതാന്നേലും വലുതാന്നേലും കൊഞ്ചിനൊന്ന് നമ്മൾ അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞേച്ച് നോക്കുമ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് ഏറ്റവും കൂടുതൽ കൊഞ്ച് കഴിച്ചാൽ നമുക്ക് വയറ്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അലർജി വരുന്നതും ഒക്കെ ആ ഒരു ഞരമ്പ് ഇരിക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. അന്നേരം ആ ഞരമ്പ് എപ്പോഴും കളഞ്ഞേക്കണം. എന്നാൽ ഒരു സേഫ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ തക്കാളി ഏകദേശം വഴന്ന് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട് ഞാൻ ഓരോ പൊടി ഇടാൻ പോവാ. ആദ്യത്തെ പൊടി ഐശ്വര്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഉള്ളത് മുളക് പൊടിയാ. പിന്നെ അത് മല്ലിപ്പൊടി. ഇതും കൂടി ഇട്ട് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇട്ടു കേട്ടോ. അപ്പം നമ്മളിട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തു. ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് സിമാക്കി വെച്ച് നമ്മുടെ ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് ഞണ്ടിൽ നല്ലതായിട്ട് പെരണ്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞണ്ടിനധികം വേവില്ല, പക്ഷേ നമ്മൾ ചേർത്ത മസാലയ്ക്കെല്ലാം വേവുണ്ട്. എന്നാ പറയണം, നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയില്ലേ, അതങ്ങോട്ട് പിടിക്കണ്ട. അതിനകത്തുള്ള മസാലയും എല്ലാം കൂടെ ഞണ്ടിനകത്ത് പിടിക്കണം. വെള്ളവും ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ്. ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ തീ കുറച്ച് വെച്ചല്ലേ നമ്മൾ എന്നാ പറയുന്നത് ഞണ്ടിട്ടത്. ഇനി അങ്ങോട്ട് തീ കൂട്ടിയിട്ട് അത് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം അത് അടച്ചു വെക്കണം. ഈ അടച്ചാൽ എന്നാ പറ്റുന്നേ, ഞണ്ട് വേവണമെങ്കിൽ സമയം എടുക്കും. നമ്മുടെ ഞണ്ട് നല്ലതായിട്ട് വേവണം കേട്ടോ. ഞണ്ടിന് എന്നാ പറയുന്നത്, ഇച്ചിരി വേവ് ഇല്ലാന്നൊക്കെ ഞാൻ പറയും. പക്ഷെ എന്നാലും എത്ര വേവിക്കുന്നോ അത്രയും നല്ലത്. പിന്നെ ഈ ഉടഞ്ഞു പോവോ എന്നൊന്നും ഓർത്ത് പേടിക്കണ്ട, അത് ഉടഞ്ഞൊന്നും പോത്തില്ല. ഇനി അത് വേവട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്നാ പറയുന്നത് മണിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അമ്മമാരുണ്ടാക്കുന്നവർ അത് കുഞ്ഞു ഉരുളയൊന്നും ആക്കിയല്ല ഞാൻ ചെയ്യുന്നത്. അത് ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു തട്ടിപ്പായിൻ്റെ ഇടയിൽ കൂടെ. പക്ഷെ അമ്മമാർ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ അതൊരു നല്ല മണിപ്പുട്ടായി കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. അതിന് വേണ്ടി എന്നാന്ന് പറയും, നമുക്ക് പുട്ടുണ്ടാക്കാൻ എന്നാക്കെയാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അന്നേരം പിന്നെ എന്നാലും ഞാൻ പറയേണ്ട ഒരു ഡ്യൂട്ടി എനിക്കുണ്ടല്ലോ. അന്നേരം പിന്നെ ഞാനത് പറയുക. വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന എന്നാന്നോ, ഇത് പുട്ടിൻ്റെനും അപ്പത്തിൻ്റെനും 2 തരം മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പത്തിനാണെങ്കിൽ വെരി നൈസ്, അതായത് ഒത്തിരി നല്ലതായിട്ട് പൊടിക്കുന്ന. പക്ഷെ പുട്ടിനാണെങ്കിൽ കുറച്ച് തരി കാണും. ഇതിപ്പോൾ ഞാൻ എന്നാ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ മാവാണ് ഇവിടെ എടുത്തേക്കുന്നത്. പക്ഷെ അപ്പത്തിൻ്റെ മാവും ഈ പറഞ്ഞ പോലെ വറുത്ത് വെച്ചേക്കുന്ന മാവ് തന്നെയാണ് ഇത്. പിന്നെ പുട്ടിനറിയാലോ തേങ്ങ വേണം. ഞാനാണെങ്കിൽ പുട്ട് വെക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇഷ്ടംപോലെ തേങ്ങ വെക്കും. എന്നത്തിനാണോ, ആവിയിൽ വെന്ത ഒരു തേങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് അത്. പിന്നെ ഉപ്പ് ഇച്ചിരി മതി കേട്ടോ, ആവശ്യത്തിന്. ഉപ്പ് ഇല്ലേലും കുഴപ്പമില്ല. നമ്മുടെ ഞണ്ട് കറിക്കൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടുതലാണെന്നേൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിക്കോണം. കുറച്ച് ഉപ്പ്. ഈ പുട്ടിനകത്തൊരു മെയിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നോ, നമ്മൾ ശരിക്കും പുട്ട് വെള്ളം ഒഴിച്ച് നനച്ചേച്ചല്ലേ പിന്നെ കുഴലിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേനല്ലേ തേങ്ങ ഇടുന്നത്. ഇത് അതിന് മുന്നേ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, തേങ്ങ കുറച്ച് അരിപ്പൊടിയിലിടുക, അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ എന്നാ ചെയ്യണമെന്നോ, മിക്സിയിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അങ്ങോട്ടൊന്ന് അടിക്കണം. അതെന്നറിയാം, ഒത്തിരി അങ്ങ് മഷി പോലെ അടിക്കാനല്ല, ഒന്ന് ചെയ്തേച്ച് പുട്ടിൽ തേങ്ങയും വെള്ളവും എല്ലാം കൂടി ഇട്ട് നനച്ചേച്ചാലുണ്ടല്ലോ അതും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം പറയുമ്പം തിന്നാനും നല്ല രുചിയാണ്. പക്ഷേ ഇപ്പുറത്തൂടെ എന്നാണെന്നറിയോ, നമുക്ക് വല്ല കൊളസ്ട്രോളോ ട്രൈഗ്ലിസറിഡ്സോ ഒക്കെ കൂടും. കാര്യം എന്നാന്നോ, തേങ്ങ മാവിനകത്തും തേങ്ങ, പിന്നെ അല്ലാതെ കുടലിനകത്തും കൂടെ തേങ്ങ.
പറയാലോ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അത്രയും വേണ്ട. നമുക്കിപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. ഇതിപ്പോ ഞാൻ ഇച്ചിരി തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടേക്കുവാ. ഇനിയിപ്പോൾ അഥവാ എന്നാ പറയുന്നേ, നമ്മുടെ ദൈവം തമ്പുരാൻ തന്നേക്കുന്ന കൂട്ട് നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാനാണ് നാവ് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രുചി കളഞ്ഞേച്ചു വല്ലതും ഒക്കെ എന്നാ പറയുന്നത് മാറ്റണ്ട. അന്ന് അഥവാ നമുക്ക് റെമഡി വേണം എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഇന്ന് നമ്മുടെ സിത്താരയിലൂടെ വരുന്ന സിത്താരയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 കാർഡിയോളജിസ്റ്റാണ്. പിന്നെ എന്നാ പേടിക്കാനാ? നമ്മുടെ സംശയമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് എന്നാ ചെയ്യേണ്ടതെന്ന്, നമുക്ക് ആഹാരം കഴിക്കുകയും വേണം, എന്നാൽ അതിനുള്ള റെമഡി വേണം താനും അല്ലേ? അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് എന്തായാലും ഞാൻ എന്തായാലും രുചിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പുട്ട് നനയ്ക്കണമെങ്കിലുണ്ടല്ലോ ഇച്ചിരി എന്നാ നേരം എടുക്കുന്ന ഏർപ്പാടാന്നേ. അന്നേരം ഉണ്ടല്ലോ നമ്മളിത് ഈ സമയത്തൊക്കെ ഇച്ചിരി പാട്ട് കേട്ടുകൊണ്ട് പുട്ട് നനയ്ക്കുന്ന നോക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് എത്ര നേരമായി ഞാൻ ഈ ഇട്ട് കുഴയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പിന്നെ പുട്ട് നനയ്ക്കാൻ വേറെ ഒരു വഴിയുണ്ട് കേട്ടോ. എന്നാന്നോ, ഇച്ചിരി വെള്ളം ഈ പറഞ്ഞ കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങായും വെള്ളവും പുട്ടിൻ്റെ മാവും കൂടെ ഇട്ടേച്ചാൽ മിക്സിയിലിട്ടൊരു എന്നാ പറയുന്നത് ആവശ്യത്തിനൊന്ന് കറക്കിയേച്ചാൽ അതുണ്ടല്ലോ നല്ല അസലായിട്ട് നല്ല മാവ് പോലത്തെ പുട്ട്. അതെന്നാ പറയുന്നത് ഒട്ടും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മിക്സിയിലൊക്കെ അടിച്ചേച്ച് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് അടിച്ച് മഷി പോലെ ആക്കാനല്ല, നമ്മുടെ ഈ മെനക്കെടുന്നത് അതിനകത്ത് എളുപ്പമാക്കി തരും. വയസ്സെന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഈ പുട്ട് തിന്നാനൊക്കെ ഒത്തിരി മെനക്കേടാണ്. അന്നേരം സോഫ്റ്റ് ആന്നേ മതി മോളെ എന്നൊക്കെ പറയും. അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ അമ്മമാർക്കും കഴിക്കാൻ നോക്കും. ഇനി മണിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ട എളുപ്പ വഴി എന്നാന്നറിയോ? നമ്മൾ പുട്ടിന് മാവ് നനച്ചേക്കുമല്ലേ, ഇനി ഈ പാത്രം എടുത്തിട്ടേ നമ്മളിങ്ങനെ അങ്ങോട്ട് തെള്ളണം. അന്നേരം എന്നാ പറ്റുമെന്നോ, ഈ നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ കുറേ കട്ടകൾ കിട്ടും, അത് ഇതിൻ്റെ മേളി വരും. എന്നിട്ട് സാവധാനം ഇച്ചിരി തേങ്ങ അങ്ങോട്ട് അടിയിലോട്ട് ഈ നമ്മുടെ ചിരട്ടക്കകത്തോട്ട് അടിയിലോട്ട് ഇട്ടേച്ച് നമ്മൾ ഈ തെള്ളി എടുക്കുകയല്ലേ, കണ്ടോ? അന്നേരം ഈ കുഞ്ഞു 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 മണിപ്പുട്ടാ കിട്ടത്തുള്ളൂ. കണ്ടോ? ഇതിനെ അങ്ങോട്ട് നല്ലതായിട്ട് തെളുമ്പത്തേന് അതിൻ്റെ മേളിലുള്ളത് മാത്രം എടുത്ത് ഇതിൻ്റെ മേളിൽ വെക്കുക. മൂന്ന് ലെയർ തേങ്ങ വച്ചു. പേടിക്കണ്ട, നമുക്ക് ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ച് അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ മണിപ്പുട്ട്. ഇത് നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മണിപ്പുട്ടിന് നമ്മൾ ചെയ്തേക്കുന്ന തട്ടിപ്പ് വിദ്യ കൊണ്ടുണ്ടാക്കിയ മണിപ്പുട്ടാ. കണ്ടോ? ഈ മണിപ്പുട്ടാണെങ്കിൽ ഒന്ന് പൊടിഞ്ഞിട്ട് പോലുമില്ല. ചില സമയം പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അന്നേരം കാര്യമാക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്കങ്ങ് ശരിയാക്കാനേ ഉള്ളൂ. നല്ല മണിപ്പുട്ട് കിട്ടും. പിന്നെ കണ്ടോ, ഇത് നമ്മളുണ്ടാക്കിയ നമ്മുടെ ക്രാബ് റോസ്റ്റാ. എന്നാ പറയാൻ എന്നാ രസമല്ലേ ഇത്. ശരിക്കും ഈ ചൂട് പുട്ടിൻ്റെ കൂടെയും ഇത് കഴിക്കണം. പക്ഷേ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ വേണം കഴിക്കാൻ. ചോറും ഇതിൻ്റെ അരപ്പും മാത്രം ആദ്യം എടുത്ത് ഇങ്ങനെ കുഴച്ച് എന്നാ ടേസ്റ്റാണെന്നറിയാവോ. പിന്നെ ഒരു ഇച്ചിരി തോരനുണ്ടെങ്കിൽ സ്വാദ് കൂടും. എന്നാൽ ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റിന് നല്ല ചൂട് മണിപ്പുട്ടും ക്രാബ് റോസ്റ്റും കൂടെ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വരുന്ന ഗസ്റ്റ് ഈ പറഞ്ഞ നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത്, അതായത് പല വിഭവങ്ങളാണ് അവിടെ. നമ്മുടെ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും അല്ല അവിടെ. ആന്നേരം എന്നാ പറയാനാ, ഒത്തിരി സാധനങ്ങളുണ്ട്. ആ ഒരു നാട്ടിൽ നിന്നാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അന്നേരം നമ്മുടെ ഞണ്ടൊക്കെ ഏക്കോ എന്നാലും എന്നാ പറയാനാ അല്ലേ. ഇച്ചിരി ആണെങ്കിലും നമ്മുടെ ഫുൾ എഫേർട്ടും സിൻസിയാരിറ്റിയും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഡിഷല്ലേ നമുക്കിഷ്ടപ്പെടും.